ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വഴുതനങ്ങ പച്ചടിയുടെ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇത് ആർക്കും ചെയ്യാം, ബാച്ചിലേഴ്സിനോ അതുപോലെ പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് തൈരും ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയായ ഒരു കറി കൂടിയാണിത്, നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു വഴുതനങ്ങ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അതായത് തീരെ കനം കുറയരുത് കേട്ടോ. നമുക്ക് തിക്നെസ് കണ്ടില്ലേ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് ഇത്തിരി മാരിനേറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി വെള്ളം കൂടി പോകരുത് കേട്ടോ. 3 സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി, നോക്കിയിട്ട് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ഈ വഴുതനങ്ങയുടെ ഈ പീസിൽ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്നത് മാറ്റി വെക്കണം. കാരണം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരണമല്ലോ. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ വഴുതനങ്ങ പീസിലും ഇതൊന്ന് തേച്ച് കൊടുക്കാം. ഓരോരെണ്ണം എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ നന്നായി പിടിക്കുന്നത്. ഒരുമിച്ചിട്ട് ചെയ്താലും മതി, പക്ഷേ ഞാൻ ഓരോന്നോരോന്നെടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ പീസ് ഒന്ന് നിരത്തി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. എണ്ണ അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഈ വഴുതനങ്ങയുടെ പീസുകളെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളൊന്നും തന്നെ കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയും നൽകുന്ന സപ്പോർട്ട് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു സൈഡ് അല്പം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ഒത്തിരി മൂത്ത് പോകണ്ട, പക്ഷേ എന്നാലും ഒരുവിധം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പ്ലേറ്റിലേക്ക് ഇത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി ഇത് വേറെ പണിയൊന്നുമില്ല. ഈ വഴുതനങ്ങ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന മാത്രം മതി. ഇതിനിടയ്ക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. തൈര് ഞാൻ പറഞ്ഞു അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നല്ലത്. യോഗട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നല്ല കട്ടത്തൈര്. കട്ടത്തൈര് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇല്ലെങ്കിൽ വാങ്ങിച്ചോ, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മീഡിയം പുളി മതി. ഇനി പുളി കൂടുതൽ വെള്ളവർക്കുണ്ട്, പുളി കൂടുതലുള്ള എടുക്കാം. നല്ല തിക്കാണ് ഈ തൈര്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ചേർത്താൽ മതി, കാരണം നമ്മൾ വഴുതനങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒത്തിരി അങ്ങോട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. കാരണം ഈ പീസൊന്നും അലിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒഴിക്കാം. അപ്പോൾ അറിയാമല്ലോ, ഒരു ഭംഗിക്കും അല്ലെങ്കിൽ ഒത്തിരി ജീരകമൊക്കെ ചേർക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതേ പാനിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ ഇത്തിരി 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുമ്മിനാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ 2 മുളക് ആദ്യം ഇട്ടാലും മതി. പിന്നെ 3-4 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് മൂപ്പിച്ച് തീ നന്നായിട്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ജീരകം കരിഞ്ഞു പോവും. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? താങ്ക്സ് ഫോർ വാച്ചിങ്.